നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖാമണി ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു സംശയം ചോദിച്ചിരുന്നു, ചെറുപയർ പൊടി തേക്കാമോ എന്ന്. ചെറുപയർ പൊടി വളരെ ബെസ്റ്റാണ് കേട്ടോ. അതിന് പ്രോട്ടീൻ കണ്ടൻസ് ഉണ്ട്, കൂടാതെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മളത് ഒന്നില്ലെങ്കിൽ നമുക്ക് ഗ്രീൻ ഗ്രാം എന്ന് പറയും അല്ലേ, ചെറുപയറിൻ്റെ പൗഡറായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാം, എന്നിട്ട് അരിച്ചെടുത്താൽ മതി. അതും അല്ലെങ്കിൽ നമ്മൾ കുതിർത്തി വെക്കാം. ഈ ചെറുപയർ കുതിർത്തി വെച്ചിട്ട് സോക്ക് ചെയ്ത് വെക്കാന്ന് പറയും. എന്നിട്ട് നമ്മൾ അരച്ചെടുത്തിട്ട് പേസ്റ്റ് പോലെ ആക്കും. ഗ്രീൻ ഗ്രാം സോക്ക് ചെയ്തിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നമുക്ക്. എന്നിട്ട് അത് മുഖത്തൊക്കെ തേക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് പാക്കായിട്ട് ഉപയോഗിക്കാം കേട്ടോ. കടലപ്പൊടി മുഖത്ത് തേക്കുന്ന പോലെ തന്നെ ഇത് നമുക്ക് പാക്കായിട്ട് ഉപയോഗിക്കാം. ഈ പാക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ, നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടാവില്ലേ സ്കിന്നിൻ്റെ, അതെല്ലാം മാറും കേട്ടോ. ബ്രേക്ക് ഡൗൺ ആവുക എന്ന് പറയും നമ്മൾ അതിനൊക്കെ. അപ്പോൾ നല്ല മുഖത്തിനൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും, മുഖമൊക്കെ നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടാവും. അത് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് പാക്ക് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തൈരും അതുപോലെ തന്നെ ഹണി, തേൻ, യോഗട്ടും തേനും കേട്ടോ ചേർത്ത് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് മുഖത്ത് ഫേഷ്യലായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് കുതിർത്തി വെച്ചിട്ട് അരച്ചെടുത്തിട്ട് അതിൽ നമ്മൾ ഇതുപോലെ തേനും തൈരും കൂടി മിക്സ് ചെയ്തിട്ട് തേച്ചാൽ നല്ല അടിപൊളി പാക്കാണ് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ചെറുപയറിൻ്റെ കേട്ടോ. അപ്പം നല്ലതാണ് കേട്ടോ, അങ്ങനെ ചെയ്യാം. ഹെയർ തിക്കാവാനുള്ള പാക്ക് പറയാമോ എന്ന് ചോദിച്ചു. അതിൻ്റെ പാക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി പറയാം കേട്ടോ. ഹെയർ തിക്കാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് മൈലാഞ്ചിപ്പൊടി, ഹെന്ന, പിന്നെ ആംല പൗഡർ, പിന്നെ ലൈക്കോറൈസ്, പിന്നെ ബ്ലാക്ക് സീഡ്സ്. ഇത് 4ഉം കൂടി നമ്മൾ അരച്ച് പേസ്റ്റ് പോലെ ആക്കാം കേട്ടോ. ഈ മറ്റുള്ളതിൻ്റെ എല്ലാം നമുക്ക് പൊടികൾ കിട്ടും. ആംല, പിന്നെ ഹെന്ന, ലൈക്കോറൈസ്, ഇതെല്ലാം നമുക്ക് പൗഡറായിട്ട് കിട്ടും. ഇരട്ടിമധുരം എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. ഇതിൻ്റെ പൗഡറിനോടുകൂടി നമ്മൾ കുറച്ച് എള്ള് നമ്മൾ കുതിർത്തിയിട്ട് അരച്ച് പേസ്റ്റ് ആക്കാം, ഇതിൻ്റെ കൂടെ ചേർക്കാം. ചേർത്ത് കഴിഞ്ഞ് നമ്മളത് തലയിൽ തേച്ച് പിടിപ്പിച്ചാൽ, അതിൻ്റെ പാക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് മുടി നല്ല തിക്കായിട്ട് വളരും കേട്ടോ. അപ്പോൾ ഒന്നുകൂടി പറയാം, ഒന്ന് ആംല പൗഡർ, ദെൻ ഹെന്ന പൗഡർ, ലൈക്കോറൈസ് ആൻഡ് ബ്ലാക്ക് സീഡ്സ്. അപ്പോൾ ഇത്രയും കൂട്ടങ്ങൾ നമ്മൾ കുതിർത്തി എടുത്തിട്ട് അരച്ചിട്ട്, നെല്ലിക്ക വലിപ്പം എന്ന് പറയും, പക്ഷെ നമുക്കത് മതിയാവില്ല കേട്ടോ. നമ്മൾ ഇത് അരച്ചെടുത്ത് പേസ്റ്റ് എടുത്തിട്ട് മുടിയുടെ അറ്റം വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇവിടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് മുടിയിലൊക്കെ ഇങ്ങനെ പരട്ടി അപ്ലൈ എൻഡ് വരെ നമുക്ക് ഇത് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് അരമണിക്കൂർ അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 അവർ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് വെറും വെള്ളത്തിൽ കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ ഷാമ്പു, സോപ്പ് ഉപയോഗിക്കരുത് നമ്മൾ. അപ്പം നമുക്ക് നല്ല തിക്നെസ് ഉണ്ടാവും മുടിക്ക് കേട്ടോ, നല്ല തിക്നെസ് ഉണ്ടാവും. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം തേക്കുന്നത് വളരെ നന്നാവും കേട്ടോ. നമുക്ക് മുടിക്ക് ഒട്ടും ഉള്ളില്ല, മുടി തിക്നെസ് ഇല്ല എന്നൊക്കെ തോന്നുവാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത് തേക്കാം കേട്ടോ, തിക്നെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് തേക്കാം. പിന്നെ കൂടാതെ ഇന്ന് കാണിക്കാൻ പോകുന്ന ജെല്ല്, അത് മുടിയുടെ തിക്നെസ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഉലുവ ഉണ്ടല്ലോ, ഉലുവ ഗ്രീൻ അല്ലേ, ഫെനുഗ്രീക്ക്. ഇത് ഫെനുഗ്രീക്ക് ആണ്, ഉലുവ കണ്ടോ, ഉലുവ ഫെനുഗ്രീക്ക്. നമ്മൾ ഇതും പിന്നെ നമ്മുടെ ഇന്നലെ കാണിച്ച റോസ്മേരി ഉണ്ടല്ലോ, റോസ്മേരി കണ്ടോ, റോസ്മേരി ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി സമാസമം, ഇപ്പോൾ 2 സ്പൂൺ ഫെനുഗ്രീക്ക് ആണെങ്കിൽ 2 സ്പൂൺ റോസ്മേരി പൊടിയാണെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ഇടാം നമുക്ക്. എന്നിട്ട് നമ്മൾ ഈ വെള്ളത്തിലിട്ട് അത് സോക്ക് ചെയ്യാം, കുതിർത്തി വെക്കാം, തലേ ദിവസം കുതിർത്തി വെക്കുക. ഇതുപോലെ ഇത് ഞാൻ തലേ ദിവസം കുതിർത്തി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒന്നില്ലെങ്കിൽ ഇത് അരച്ച് പേസ്റ്റ് പോലെ എടുത്തിട്ട് നമ്മൾ ഒന്ന് കോട്ടൺ തുണിയിൽ പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. ഇനി അരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ ഞെരടി ഇങ്ങനെ എടുക്കാം കണ്ടോ.
അപ്പൊ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ഉലുവയുടെയും റോസ്മേരിയുടെയും കൂടി നല്ല കണ്ടോ എസൻസ് മുഴുവനും ഈ വെള്ളത്തിൽ പിടിച്ചിരിക്കും കണ്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു മിക്സിയിൽ അരച്ചെടുക്കാം. അരച്ചിട്ട് പേസ്റ്റ് പോലെ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാം. ഇതിപ്പോ ഞാൻ വെറുതെ കുതിർത്തിയിട്ടതാണ് കേട്ടോ. കുതിർത്തിയിട്ടിട്ട് ഇതിനെ നമുക്ക് പൊടിയാക്കാം കേട്ടോ. ഈ റോസ്മേരി നമുക്ക് പൊടിയാക്കാം. പൊടിയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അത് പെട്ടെന്ന് തന്നെ കുതിർന്നു വരുമല്ലോ. ഉലുവയും കൂടിയും കൂട്ടി നമുക്ക് അരച്ചെടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോ ഞാൻ വെറുതെ രണ്ടും കൂടി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് പിഴിഞ്ഞെടുക്കാൻ പോവാണ് കേട്ടോ. കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു കളർ തുണിയിൽ നമുക്ക് അരിച്ച് പിഴിഞ്ഞെടുക്കാം. അല്ല, ഇത് ഉലുവയുടെയും റോസ്മേരിയുടെയും കൂടി ജെല്ലാണ് കേട്ടോ. ഇത് നമുക്ക് തിളപ്പിക്കണ്ട കേട്ടോ, വെറുതെ എടുത്താൽ മതി. അപ്പോൾ കണ്ടോ, ഇത് ജെല്ലാണ് കണ്ടോ. ഇത് നമ്മൾ അരച്ച പേസ്റ്റ് പോലെ എടുത്താൽ കുറച്ചും കൂടി തിക്നെസ് കിട്ടും നമ്മുടെ ഈ ജെല്ലിന് കേട്ടോ. തിക്നെസ് ആയിട്ട് കിട്ടും. എന്നിട്ട് ഇത് നമ്മൾ എന്താന്ന് വെച്ചാൽ അപ്ലൈ ചെയ്ത് വെക്കാം. ഇങ്ങനെ തലയിലും തലോട്ടിയിലൊക്കെ ഇങ്ങനെ 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 അപ്ലൈ ചെയ്യാം. ഇപ്പൊ അരച്ചെടുക്കാൻ സമയമില്ലാത്തവർക്ക് ഇതുപോലെ കുതിർത്തി എടുത്തിട്ട് ഇങ്ങനെ അരിച്ചെടുക്കാം കേട്ടോ. തലോട്ടിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ പരട്ടി ഇങ്ങനെ 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 അപ്ലൈ ചെയ്യാം. അതുപോലെ നമുക്ക് മുടിയിലും ഇങ്ങനെ പരട്ടാം. അപ്പോൾ ഇത് കൊണ്ട് മുടിയുടെ തിക്നെസ് കൂടുകയുള്ളൂ കേട്ടോ. തിക്നെസ് ആവും. പിന്നെ കൂടാതെ നല്ല സിൽക്കി ഹെയർ ആയിരിക്കും കേട്ടോ. ഇത് വാഷ് ചെയ്ത് കളഞ്ഞാണ്ടല്ലോ നല്ല സിൽക്കി ഹെയർ ആയിരിക്കും. പിന്നെ കൂടാതെ നല്ല റോസ്മേരിയുടെ ഗുണങ്ങൾ പറഞ്ഞിരുന്നല്ലോ. മുടി നന്നായിട്ട് വളരും. ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കും റോസ്മേരി. അപ്പൊ നമുക്ക് ധാരാളം മുടി ഉണ്ടാവും കേട്ടോ. റോസ്മേരിയുടെ ഗുണം അതാണ്. അപ്പൊ ഇതിനു മുമ്പ് ചിലർക്ക് സംശയം ഉണ്ടായിരുന്നു, റോസ്മേരി തേച്ചിട്ട് നിർത്തി കഴിഞ്ഞാൽ മുടി കൊഴിഞ്ഞു പോകുമെന്ന്. അങ്ങനെയില്ല കേട്ടോ. നമ്മൾ ഇതുപോലെ പാക്കായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. മുടിയൊന്നും കൊഴിഞ്ഞു പോവില്ല. ഇത് ഞാൻ ചൂടാക്കിയില്ല കേട്ടോ. തിളപ്പിച്ചിട്ടുമില്ല, ചൂടാക്കിയിട്ടില്ല. വെറുതെ കുതിർത്തി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. വെള്ളത്തിൽ കുതിർത്താണ് രണ്ടും കൂടി. എന്നിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകി കളഞ്ഞാൽ മതി. അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അതുപോലെ അലോവേര ജെല്ലും പിന്നെ ഒലിവ് ഓയിലും തേച്ചിട്ട് കഴുകി കളയണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് നമുക്ക് വൈകുന്നേരങ്ങളിലാണ് തേക്കണമെങ്കിൽ പിറ്റേ ദിവസം കഴുകി കളഞ്ഞാൽ മതി. അത് ഞാൻ പറഞ്ഞു, നീർപ്പിടുത്തൊന്നുമില്ല, തണുപ്പൊന്നും പ്രശ്നമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാത്തവര് നമ്മള് ഡേ ടൈമിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ കേട്ടോ. വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് കേട്ടോ.
ഇങ്ങനെ തലയോട്ടിയിലും തലമുടിയിലും എല്ലാം ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഞാൻ ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. നിന്നാണെങ്കിൽ കുറച്ചും കൂടി എനിക്ക് കംഫർട്ടാണ് തേക്കാനൊക്കെ. അപ്പം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു തന്നാണ് കേട്ടോ. അപ്പം ഇതുപോലെ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അരമണിക്കൂറോ 1 മണിക്കൂറോ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പം നമുക്ക് നമ്മുടെ മുടി നല്ല തിക്കാവും. പിന്നെ കൂടാതെ നല്ല സിൽക്കി ഹെയർ ആവും. മുടി വളരും കേട്ടോ. അഴുക്കൊന്നും ഉണ്ടാവില്ല. ഉഴുവൊക്കെ മുടിയുടെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ കളയും. ഓവറായിട്ടുള്ള ഓയിൽ മെഴുക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റി നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ നിലനിർത്തും. അതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മുടി തിക്നെസ് ഉണ്ടാവാനായിട്ടുള്ള വേറെ ഒരെണ്ണം കൂടി കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആയുർവേദ പൊടി ഉപയോഗിച്ച് നമുക്ക് തിക്നെസ് ഉണ്ടാക്കാം. പിന്നെ ഇപ്പോൾ ഈ ജെല്ല് ഉപയോഗിച്ചിട്ട് ഉലുവയും റോസ്മേരിയുടെയും കൂടി ജെല്ല് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് ജെല്ല് തയ്യാറാക്കി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് പറഞ്ഞു തരാനുള്ള എൻ്റെ ടിപ്സ്. അപ്പോൾ എല്ലാവരും ഇത് അപ്ലൈ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മുടിയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറയാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും നല്ല വരട്ടെ. നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം.